Hey guys, welcome back to my YouTube channel. സോ ഇന്നത്തെ വീഡിയോ ഒരു ഭയങ്കരമായ സ്പെഷ്യൽ വീഡിയോ ഒന്നുമല്ല. പലരും ചെയ്ത വീഡിയോ ആണ്. വാട്ട് ഐ ഈറ്റ് ഇൻ എ ഡേ. ആക്ച്വലി എൻ്റെ സൗണ്ട് കുറച്ച് അടഞ്ഞിരിക്കുന്ന പോലെ ഉണ്ട്. വേറെ ഒന്നുമല്ല. ഇപ്പോൾ എനിക്ക് വിൻ്റർ വെക്കേഷൻ ആണ്. ഞാൻ സ്കൂളിൽ പഠിക്കുന്ന കാലം തൊട്ട് നമുക്ക് വെക്കേഷൻ ആവാൻ ഭയങ്കര ആഗ്രഹമല്ലേ. അപ്പോൾ സ്റ്റിൽ നൗ ഈ പ്രൊഫഷൻ ഇതായതുകൊണ്ട് തന്നെ നമുക്ക് വെക്കേഷൻ ലക്കിലി നമുക്ക് വെക്കേഷൻ കിട്ടും. അപ്പോൾ ആ ഒരു ടൈമിൽ ഭയങ്കര ഹാപ്പി ആയിരിക്കും. സമ്മർ വെക്കേഷൻ, വിൻ്റർ വെക്കേഷൻ എന്നൊക്കെ പറഞ്ഞിട്ട്. ഇപ്പോൾ നമുക്കിവിടെ വിൻ്റർ വെക്കേഷനാണ്. ഒരു 2 വീക്സ് ഉണ്ടാവും ഓഫ് ഡേയ്സ്. ഞാനപ്പോൾ വിചാരിച്ചു കുറച്ച് വ്ലോഗ്സൊക്കെ പ്ലാൻ ചെയ്ത് എടുക്കാമെന്ന്. നോക്കാം നടക്കില്ലെന്ന് നോക്കാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇറ്റ്സ് ഓൾ അബൌട്ട് വാട്ട് ഐ ഈറ്റ് ഇൻ എ ഡേ. ബിഫോർ മാരേജ് വരെ നാട്ടിലായിരിക്കുമ്പോൾ എന്ന് വെച്ചാൽ നമ്മുടെ വർക്കിംഗ് ടൈമൊക്കെ ഡിഫറെൻ്റ് ആണല്ലോ. ആ ഒരു സമയത്ത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു 8:30 അല്ലെങ്കിൽ 9 ആ ഒരു ടൈമിലായിരിക്കും നമ്മുടെ ജോബ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടാവുക. അപ്പോൾ എന്തായാലും ഒരു 7:30 ഒക്കെ ആവും എഴുന്നേക്കാൻ. ഹോളിഡേയ്സിലാണെങ്കിൽ പിന്നെ പറയാൻ വേണ്ട, എന്തായാലും ഒരു 9-10 ഒക്കെ ആവും എല്ലാ വീക്കെൻഡിലും. പക്ഷെ ഇപ്പോൾ ഇവിടെ എന്താ പറയുക, നമുക്ക് വേറെ നിവൃത്തിയില്ല, നേരത്തെ എഴുന്നേറ്റേ പറ്റൂ. അപ്പോൾ ഇവിടെ ആകുമ്പോൾ ഒരു 5 മണിക്കൊക്കെ എന്തായാലും എഴുന്നേക്കണം രാവിലെ. എന്നിട്ട് എന്തെങ്കിലും മോർണിംഗ് എന്തെങ്കിലും ബ്രേക്ക്ഫാസ്റ്റ് എന്തെങ്കിലും ഉണ്ടാക്കി പെട്ടെന്ന് കഴിച്ചിട്ട് പോവാം. അപ്പോൾ എന്തൊക്കെ പറഞ്ഞാലും ഇപ്പോൾ സമയം 7:20 ആയി. ഞാൻ ഇപ്പോൾ വെക്കേഷൻ ആണെങ്കിലും ആദ്യം പോകുന്നതുകൊണ്ട് ഞാൻ എഴുന്നേറ്റ് ചെറിയൊരു മോർണിംഗ് ഒരു ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കി. അപ്പം അതുതന്നെയായിരിക്കും ഞാനും കഴിക്കുന്നുണ്ടാവുക. അപ്പം ആദ്യം തന്നെ ഞാൻ എഴുന്നേൽക്കുമ്പോൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ എല്ലാവരും ചെയ്യുന്ന പോലെ തന്നെ കുറച്ച് വെള്ളം കുടിക്കും. അത് പണ്ടേ തുടങ്ങിയുള്ള ശീലമാണ്. അത് കുടിച്ചില്ലെങ്കിൽ ഭയങ്കര ഒരു ബുദ്ധിമുട്ടാണ്. എനിക്ക് അല്ലെങ്കിൽ എപ്പോഴും ഡീഹൈഡ്രേറ്റഡ് ആവുന്ന പോലെ ഫീൽ ചെയ്യാറുണ്ട്. ഈവൻ വിൻ്റർ സീസണിൽ കൂടുതൽ എനിക്ക് ഫീൽ ചെയ്യാറുണ്ട്. അപ്പോൾ അതാണ് ആദ്യം ചെയ്യുന്ന പരിപാടി. കുറച്ച് വെള്ളം എടുത്ത് കുടിക്കും. അതിനുശേഷം ഞാൻ ഈ ബ്രേക്ക്ഫാസ്റ്റ് ഞങ്ങളിപ്പോൾ ഡെയിലി കഴിക്കുന്ന ഒരു സംഭവമാണ്. ആദ്യം എന്ന് വെച്ചാൽ ഞാൻ ചുമ്മാ പാലും ഓട്സൊക്കെ മിക്സ് ചെയ്തിട്ട് ഞാൻ വെറുതെ ഒന്ന് ഇങ്ങനെ ഉണ്ടാക്കി മോർണിംഗ് കഴിച്ചിട്ട് പോകും. അപ്പോൾ എന്താ സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൽ ഒന്നും തന്നെ ഇല്ല. അപ്പോൾ അത് കഴിച്ചതായിട്ടൊരു ഫീല് പോലും ഉണ്ടാവില്ല. ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് എൻ്റെ സിസ്റ്റർ ഇൻ ലോ നാട്ടിൽ നിന്ന് കൊടുത്തു വിട്ടൊരു ഹെൽത്ത് മിക്സ് ഉണ്ട്. അപ്പോൾ അതിൻ്റെ ഇൻഗ്രീഡിയൻസ് കുറച്ച് ഗ്രെയിൻസ് കാര്യങ്ങൾ നല്ലതാണ് ആക്ച്വലി. അതും പാലും പിന്നെ ഓട്സും കൂടി മിക്സ് ചെയ്തിട്ടാണ് നമ്മൾ മോർണിംഗ് കഴിക്കാറ്. സാധാരണ നമ്മൾ ഡെയിലി പോകുമ്പോൾ അതാണ് കഴിക്കുന്നത്. അപ്പോൾ ഇന്നും അത് തന്നെയാണ് ഞാൻ കഴിക്കുന്നത്. ഓക്കെ, അപ്പോൾ ക്രിസ്മസ് ഒക്കെ കഴിഞ്ഞപ്പോഴാണ് ഇവിടെ കേക്ക് മുറിക്കാൻ പോകുന്നത്. ഇങ്ങനെ ഒറ്റയ്ക്ക് ഇങ്ങനെ ഇരിക്കുമ്പോൾ സത്യം പറഞ്ഞാൽ ഭയങ്കര ബോറിംഗ് ആണ്. മാത്രമല്ല എനിക്ക് വിശക്കുന്നുണ്ട്. ഞാനങ്ങനെ എപ്പോഴും അധികം ഇടയ്ക്കിടയ്ക്ക് അങ്ങനെ കഴിക്കുന്ന ഒരാളല്ല. പക്ഷെ വിശക്കുമ്പോൾ എന്തെങ്കിലും കഴിക്കാൻ തോന്നുമ്പോൾ ഞാൻ എടുത്ത് കഴിക്കാറുണ്ട്. കേക്ക് നമ്മൾ വാങ്ങിച്ച കേക്കല്ല, ഞങ്ങൾക്ക് നൈബർ നോവ് കൊണ്ടുത്തന്ന കേക്കാണ്. ഞാനത് കഴിക്കാൻ പോവാണ്. പക്ഷെ ഇപ്പം ഞാൻ എല്ലാം നന്നായിട്ട് കഴിക്കും. ഒരു പീസും കൂടി കഴിക്കട്ടെ. അപ്പം ഇതാണ് ഞാൻ ഉച്ചയ്ക്ക് കഴിക്കുന്ന ഫുഡ്. ഇനിയിപ്പോൾ എത്ര അധികം ക്വാണ്ടിറ്റി ഉണ്ടെങ്കിൽ ഞാൻ ഭയങ്കര സ്പീഡിൽ കഴിക്കും. ചിലപ്പോൾ അതുകൊണ്ടായിരിക്കാം ഭയങ്കര ഓവറായിട്ട് തടി വയ്ക്കാത്തതിൻ്റെ കാരണം. ചിലപ്പോൾ അതായിരിക്കും, എനിക്കറിയില്ല. ഉച്ചയ്ക്ക് ഫുഡ് കഴിച്ചു കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് ചോക്ലേറ്റ് ക്രേവിങ് ഉണ്ടാവാറുണ്ട്. അപ്പോൾ ഇവിടെ ഇരിക്കുന്ന ഒരു ഗാലക്സിയുടെ മിഠായി എടുത്ത് കഴിക്കാൻ പോവാം ഞാൻ.
സത്യം പറഞ്ഞാൽ കേട്ടിട്ടുണ്ട് നമുക്കിങ്ങനെ ഫുഡ് കഴിച്ച് കഴിഞ്ഞാൽ മധുരം കഴിക്കാൻ തോന്നും എന്നൊക്കെ കേട്ടിട്ടുണ്ട്. ചോക്ലേറ്റ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ടായിരിക്കാം ചിലപ്പോൾ ചോക്ലേറ്റ് തന്നെ കഴിക്കാൻ തോന്നുന്നത്. ഇവിടെ ആയതുകൊണ്ടോട്ടോ ഇങ്ങനെ കഴിക്കുന്നത്. നാട്ടിലാണെങ്കിൽ എനിക്ക് തോന്നുന്നില്ല നമ്മളൊക്കെ എപ്പോഴും ഇങ്ങനെ ചോക്ലേറ്റും സ്വീറ്റ്സ് ഒക്കെ കഴിക്കുന്ന എനിക്ക് തോന്നുന്നില്ല. ഇപ്പോൾ ഒരു 6 മണിയായി, വൈകുന്നേരം 6 മണിയായി. അപ്പോൾ ചായ കുടിക്കുകയാണ്, ജസ്റ്റ് ടി വി ഒക്കെ കണ്ട് ചായ കുടിക്കുകയാണ്. എനിക്കെന്തോ ചായയൊക്കെ കുടിച്ച് കഴിയുമ്പോൾ കുറച്ച് റിലീഫ് കിട്ടുന്ന പോലെ ഫീൽ ചെയ്യും. എന്തെങ്കിലും ടയേർഡ്നെസ് ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊക്കെ മാറുന്ന പോലെ നമുക്ക് ഫീൽ ചെയ്യും. അപ്പോൾ വൈകുന്നേരം ഒരു ചായ കുടിക്കുന്നത് ആക്ച്വലി നല്ലതാണ്. അങ്ങനെ ഫൈനലി ഡിന്നർ കഴിക്കാൻ പോവുക. ഗീ റൈസും ക്രാബ് റോസ്റ്റും. So I hope you like this video. Put your valuable comments here and don't forget to subscribe my YouTube channel. Bye. Take care.